ഇടുക്കി കുമളിയിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിക്കും ബസ്സിനും മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. തമിഴ്നാട് അതിർത്തിയിലെ ബസ് സ്റ്റാൻഡിലാണ് ഈ സംഭവം ഉണ്ടായത്. ലോറിക്കുള്ളിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നതായ സംശയവുമുണ്ട്. രാഹുൽ വിജയൻ അതിന്റെ വിശദാംശങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്നും. രാഹുൽ, ഇത് സംസ്ഥാന അതിർത്തിയാണെന്ന് മനസ്സിലാക്കുന്നു. കുമളിയിലെ ഈ സ്ഥലം എന്താണ് സംഭവിച്ചത്? ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. അതിൽ വലിയൊരു മരം തന്നെയാണ് ഈ ലോറിക്ക് മുകളിലേക്ക് വീണിരിക്കുന്നതെന്ന് വ്യക്തമാണ്. ഇതിനകത്തിപ്പോൾ ആള് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നത് ഒരു സംശയം മാത്രമാണോ? വിവരങ്ങൾ എന്താണ്? പ്രജനി, ലോറിക്കുള്ളിൽ ആള് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കുടുങ്ങിക്കിടക്കുന്ന ആളെ പുറത്തെടുക്കാനുള്ള ശ്രമം അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലിയ മരമാണ്, അത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആ മരം മുഴുവൻ വെട്ടിമാറ്റിയെങ്കിൽ മാത്രമേ ആ വാഹനത്തിലുള്ള, അതായത് ആ ലോറിയിലുള്ള ആളെ പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ. അല്പസമയം മുമ്പാണ് ഈ ലോറിക്കും ബസ്സിനും, നിർത്തിയിട്ടിരുന്ന ലോറിക്കും ബസ്സിനും മുകളിലേക്ക് വൻമരം കടപുഴകി വീണത്. തമിഴ്നാട് അതിർത്തിയാണ്, അതായത് കുമളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗമാണ്. അവിടെയാണ് ഈ വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നത്. അവിടെ നിന്നിരുന്നൊരു മരമാണ് ഈ ലോറിക്കും ബസ്സിനും മുകളിലേക്ക് മറിഞ്ഞു വീഴുകയും അപകടമുണ്ടാവുകയും ചെയ്തത്. ബാക്കി രണ്ടാളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ലോറിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളെ പുറത്തെടുക്കാനുള്ള, രക്ഷിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രജിത്ത്, ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അവിടെ പാർക്ക് ചെയ്തിരുന്ന ലോറിക്കും ബസ്സിനും മുകളിലേക്കാണ് മരം ഒടിഞ്ഞു വീണത്. ഇപ്പോഴും അതിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നയാൾ പുറത്തെടുക്കാനുള്ള ശ്രമം നടക്കുകയാണെന്നാണ് രാഹുൽ വിജയൻ റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ മഴക്കെടുതി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്.